ഭവന നിർമ്മാണത്തിന് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 28,16,7,344 രൂപ വരവും 27,08,53,200 രൂപ ചെലവും 10,75,4,144 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അവതരിപ്പിച്ചു. സുസജ്ജമായ ആരോഗ്യ മേഖല, മാറ്റങ്ങളെ സ്വീകരിക്കുന്ന കാർഷിക മേഖല, നൂതന സൗകര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന മൃഗസംരക്ഷണ മേഖല, 2 കോടിയിലധികം നീക്കിയിരിപ്പുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ, 1/2 കോടിയിലേറെ രൂപ നീക്കിവെച്ചിരിക്കുന്ന വനിതാ പദ്ധതികൾ, കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേക പദ്ധതികൾ എന്നിവയെല്ലാം ഈ ബഡ്ജറ്റിന്റെ ഭാഗമാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷം PMAY പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിലുള്ള 120 ഗുണഭോക്താക്കൾ കരാർ വെച്ചത് 27 പേർക്കായി 30,24,000 രൂപ. ആരോഗ്യ മേഖല, കാർഷിക മേഖല, മൃഗസംരക്ഷണ മേഖല, വനിതാ പദ്ധതികൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേകം പദ്ധതികൾക്കും ബഡ്ജറ്റിൽ തുക വകയിരുത്തി. പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് 1,36,12,800 രൂപയും 56 ലക്ഷം രൂപ ആരോഗ്യ മേഖലയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായും മാറ്റിവെച്ചു. കാർഷിക മേഖലയ്ക്ക് 13 ലക്ഷവും മൃഗസംരക്ഷണത്തിന്റെ ഭാഗമായി വെറ്ററിനറി ആംബുലൻസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ഭിന്നശേഷിക്കാർക്കായി 63,50,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വനിതാ പദ്ധതികൾക്കായി 1/2 കോടി രൂപയും ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനുമായി 40,38,500 രൂപയും ജലസംരക്ഷണത്തിന് 40,38,500 രൂപയുമാണ് നീക്കിവച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, കലാകായികം, സാംസ്കാരിക മേഖലകൾക്കായി 42,10,000 രൂപയും വ്യവസായ വികസനത്തിന് 37,50,000 രൂപയും വയോജനക്ഷേമത്തിന് 26 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ അവതരിപ്പിച്ചത്. പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK ജേക്കബ്, CV ആന്റണി, ബീന രവീന്ദ്രൻ, സെക്രട്ടറി പ്രദീപ് PG തുടങ്ങിയവർ സംസാരിച്ചു.